നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ മന്ത്രിസഭ 6 മാസത്തിനുള്ളിൽ വീഴും എന്ന് ഏറെ കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഐക്യ ജനതാദൾ BJPക്കുള്ള പിന്തുണ പിൻവലിക്കും. നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതായത് നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ കാണുന്നു, ലലൻ സിംഗിനൊപ്പം നരേന്ദ്രമോദിയെ കണ്ട് ആശയവിനിമയം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഐക്യ ജനതാദൾ ഐക്യത്തോടെയല്ല മുന്നേറുന്നത്. ഐക്യ ജനതാദളിലെ 20ഓളം MLA-മാർ അവർ BJPയിലേക്ക് ലയിക്കും എന്ന് പറയുന്നതായി BJP വക്താക്കൾ അവകാശപ്പെടുകയാണ്. മുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരിക്ക് തൻ്റെ സാമ്രാജ്യമായ ബീഹാർ കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയ ചർച്ചയായി മാറുകയാണ്. ഒരു കാര്യം മാത്രം വളരെ വ്യക്തമായി, അസന്നിഗ്ധമായി ജൻ സൂരജ് പാർട്ടിയുടെ നേതാവും പ്രശസ്ത ഇലക്ഷൻ വിദഗ്ധൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് കിഷോർ പറയുകയാണ്, താൻ ജയിച്ചത് 19,200ഓളം വോട്ടുകൾക്കാണ്. 51,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിതിൻ നബീൻ ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹം തിരിച്ചു വന്നാൽ പോലും ഇനി BJPയെ ബീഹാറിൽ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ മിഷൻ. ബീഹാറിൽ BJP ഒറ്റ സീറ്റ് പോലും ജയിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളത്. RJDയിലേക്കും ഐക്യ ജനതാദളിലേക്കും കൃത്യമായിട്ടുള്ള ഒരു പാലം പണിയൽ തൻ്റെ മധ്യസ്ഥതയിൽ നടക്കും എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടിയാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ജയിച്ച് മിനിറ്റുകൾക്കകം എന്തുകൊണ്ട് സാമ്രാട്ട് ചൗധരി ഒരു ഉപതെരഞ്ഞെടുപ്പിലെ വിജയിക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം പൊതുമധ്യത്തിൽ വന്ന് വിജയാശംസ പറയുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിന് കാരണം സാമ്രാട്ട് ചൗധരിക്ക് അറിയാം, ജൻ സൂരജ് പാർട്ടി എന്ന ഒരു നാമധേയത്തെ അല്ല അദ്ദേഹം ഭയക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള പലരെയും വാർത്തെടുക്കാനും ബീഹാറിൽ BJPയെ പ്രതിഷ്ഠിക്കാനും കിണഞ്ഞു പരിശ്രമിച്ച ഒരു നേതാവായിരുന്നു പ്രശാന്ത് കിഷോർ. യുദ്ധതന്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അത്രയും ചാണക്യ ബുദ്ധിയുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന് അറിയാം ഇലക്ഷൻ എങ്ങനെ മാറ്റി കളിക്കണം, എങ്ങനെ മാറ്റി കുറിക്കണം എന്നത്. 3,80,000-ഓളം വോട്ടർമാരാണ് ബാങ്കിപ്പൂറിൽ ഉള്ളത്. 34% വോട്ട് മാത്രമേ ബാങ്കിപ്പൂറിൽ അവിടെ പോൾ ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് പ്രശാന്ത് കിഷോർ വിജയിച്ചത്. യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട്, ടേൺ ഔട്ട് 50% അടുത്തെത്തിയിരുന്നെങ്കിൽ തൻ്റെ ഭൂരിപക്ഷം 40,000-ഓളം എത്തിയനെ എന്നുള്ളത്. എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ പോളിംഗ് നടന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ബോധപൂർവം നടത്തിയ SIR നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ അതിജീവിച്ച് BJPയുടെ ഈ കുബുദ്ധി അത് പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രശാന്ത് കിഷോറിനെ പോലെ അറിയുന്നവർ ചുരുക്കമാണ് നമ്മുടെ രാജ്യത്ത് എന്ന് പറയേണ്ടി വരും. ഓരോ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവിടുത്തെ BJP വിരുദ്ധ സഖ്യത്തിനെ കണ്ടുപിടിച്ച് അവർക്ക് കൈ കൊടുത്ത് മുന്നോട്ട് ശക്തി പകരുന്ന ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ. ആ പ്രശാന്ത് കിഷോറിനെ സ്വാഭാവികമായും BJP ഭയപ്പെടണം.